പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ അതാ എന്റെ കൂടെ ഉള്ളത് നമ്മുടെ ശങ്കരിയാണ്. നിങ്ങളുടെ കഴിഞ്ഞായിട്ട് ചെയ്യുന്നത് ഞാൻ ഒരു സിനിമയുടെ റിവ്യൂ ആയിരുന്നു, ക്യാപ്റ്റൻ അമേരിക്കയുടെ. അതിനുശേഷം പിന്നെ ഞാൻ ഒരു ലൈവ് സ്ട്രീം ആണ് ചെയ്തത് 2 ദിവസം മുമ്പ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു അന്ന് നമ്മളെ സ്റ്റാർ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യാൻ. ഒരാളും വിഷ് ചെയ്തില്ല. ഓക്കെ, അപ്പോ അവളെ സ്റ്റാർ ബർത്ത്ഡേ 23-ാം തീയതി ആയിരുന്നു, ഫെബ്രുവരി. ഒറിജിനൽ ബർത്ത്ഡേ ഡേറ്റ് ഓഫ് ബർത്ത് 24-ാം തീയതി ആയിരുന്നു, അതായത് ഇന്നലെ. അപ്പോ അവളെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അവള് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് 2 ദിവസം നിൽക്കാൻ. അപ്പം അവളൊരു സാധനം കൊണ്ടുവന്നതാ, റോക്കറ്റ് ലോഞ്ചർ, സ്മാർട്ടിവിറ്റി ബ്രാൻഡിന്റെ റോക്കറ്റ് ഉണ്ടാക്കി. ഇത് ലോഞ്ച് ചെയ്യാൻ പറ്റും, ഇത് മുകളിലോട്ട് വിടാൻ പറ്റും ഈ റോക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയ. അപ്പോൾ ഇന്നൊരു വ്യത്യസ്ത വീഡിയോ ആണ്, നമ്മൾ ഇത് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ്, ഒരു സയൻസ് പോലത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ ഇവളും കൂടെ ഉണ്ടാക്കുന്നത്. നമുക്കത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ പേര് വിടും. പേരിട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ പറപ്പിക്കുകയും ചെയ്യും. ആ റോക്കറ്റ് ഫെയിൽ ആവോ സക്സസ് ആവോ നോക്കാം, ചന്ദ്രയാൻ പോലെ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ റോക്കറ്റ് ലോഞ്ചർ സംഭവം. ഇതുണ്ടാവും റോക്കറ്റ് ലോഞ്ചർ സ്മാർട്ടിവിറ്റിയുടെ ലോഞ്ച് ടു ദ സ്റ്റാർസ് ആൻഡ് ബിയോണ്ട്. ഇത് നമ്മുടെ റോക്കറ്റ്, ഇത് നമ്മുടെ ലോഞ്ചർ. 2 എണ്ണം ഉണ്ട്. എന്നുവെച്ചാൽ നമുക്ക് 2 കോമ്പണൻസ് ഉണ്ടാക്കണം. ഈ റോക്കറ്റ് ഉണ്ടാക്കണം, ഈ ലോഞ്ചറും ഉണ്ടാക്കണം. അവള് വായിച്ച ഗിഫ്റ്റാണ്, അവൾ കൊണ്ടുവന്നെയാണ്. നമുക്ക് 2 ഉണ്ടാക്കാൻ തുടങ്ങി. മിക്കവാറും ഇതിന്റെ തലയിൽ തന്നെ ആയിരിക്കും ഉണ്ടാക്കാൻ. കുറച്ച് പാടായിട്ടാണ് തോന്നുന്നത്. ആ ബുക്ക്ലെറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ബുക്ക്ലെറ്റ് വായിച്ചാൽ എല്ലാവരെയും പോലെ എനിക്ക് ഒക്കെ മനസ്സിലാവൂല. അപ്പം ഒരു ഫോണിന്റെയും കൂടെ സഹായം വെച്ച് ട്യൂട്ടോറിയൽ നോക്കിയായിരിക്കും ചെയ്യാൻ പോണത്. എന്നിട്ട് അവസാനം കുറച്ച് കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് നമുക്ക് രാത്രി നോക്കാം. ഓക്കെ, അവള് വന്ന് ഫോൺ എടുത്ത് നമുക്ക് ട്യൂട്ടോറിയൽ നോക്കി പഠിക്കാം. ഓക്കെ ഗൈസ്, ഓക്കെ. അപ്പം നമുക്ക് ആദ്യം കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതെന്റെ ബുക്ക്ലെറ്റ് ആണ്, ഞാൻ കാണിച്ച പോലെ. ഒരു ഭാഗം മനസ്സിലായില്ല. ഫസ്റ്റ് നമ്മുടെ ഇതാണ് സ്പേസ് മിഷൻ ആണ് റോക്കറ്റിന്റെ പേര്. ലോഗോ ഒക്കെ ഉണ്ടാക്കി SRO പോലെ, സ്മാർട്ടിവിറ്റി. നേരത്തെ ഉണ്ട് തെർമോക്കോൾ വെച്ച് ഉണ്ടാക്കിയിരിക്കുകയാണ്. പിന്നെ ഇത് കുറെ റോക്കറ്റിന്റെ കോമ്പോണന്റ് ഓരോന്നായിട്ട് നമുക്ക് നഗത്തുനിന്ന് കുത്തി എടുക്കണം. അതന്നെ പോപ്പ് ചെയ്തെടുക്കണം. അടുത്തത് റബ്ബർ ബാൻഡ് ആണ് ഒട്ടിക്കാൻ വേണ്ടി. ഓരോ കമ്പോണൻസ് മറ്റേയായിട്ട് കൂട്ടിച്ചേർക്കാൻ വേണ്ടി റബ്ബർ ബാൻഡ്. പിന്നെ അടുത്തത് ഇങ്ങനൊക്കെ ഉണ്ട്, നമുക്ക് പഠിക്കണം. ഇതൊക്കെ പാർട്ട് അങ്ങനെ ഒട്ടിക്കായിരിക്കും. അകത്ത് കുറെ സാധനങ്ങൾ ഇനിയും ഉണ്ട്. ഇത് വേറെ ഇത് പിന്നെ നമ്മുടെ മെയിൻ സംഭവമാണ്. ലോഞ്ചറിന്റെ ഒരു ഭാഗമാണ്. ലോഞ്ചറിന്റെ ഏറ്റവും മെയിൻ ഭാഗമാണ്. ഓക്കെ, ഇതുണ്ടെങ്കിൽ പറപ്പിക്കാൻ പറ്റും. നമ്മളെല്ലാം ഉണ്ടാക്കണം, പറക്കണം നോക്കിട്ട് ആദ്യം. ഇതെന്തൊക്കെയോ പാർട്സ് കോമ്പണൻസ് ഒക്കെ. ഇത് കുറെ റബ്ബർ ബാൻഡ്. ഇതാണ് നമ്മുടെ ഓരോ സാധനങ്ങൾ. നിങ്ങൾ ഓരോ നേരത്തെ എടുത്ത് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. റോക്കറ്റിന്റെ മുകളിലേക്കുള്ള സാധനങ്ങൾ. ഇതെന്തൊക്കെയോ നോക്കാം, എന്തൊക്കെയോ ഉണ്ട്. ഇതുപോലെ റബ്ബർ ബാൻഡ് സാധനങ്ങൾ. ശങ്കരി ഓരോ സ്റ്റെപ്പായിട്ട് പഠിച്ചു പോവുകയാണ്, ഡാൻസ് കളിക്കാതെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോപ്പ് ഷീറ്റ് 1. അപ്പൊ നമുക്ക് ഷീറ്റ് 1 എടുത്ത് പോപ്പ് ചെയ്ത് നമുക്ക് കാണാം. ഇന്ന് ഞാൻ സയന്റിസ്റ്റിന്റെ ഒരു മൂഡിലാണ്, എവളെന്റെ അസിസ്റ്റന്റ്. ഇതാണ് ഷീറ്റ്. ഇതാണ് ഷീറ്റ് 1. ഷീറ്റ് 1 ഇതാണ് പാർട്ട് 1. നമുക്ക് പോപ്പ് ചെയ്താം. പോപ്പ് ചെയ്യും. ഞാൻ ഫുഡ് കണ്ടായിട്ട് പൊട്ടിക്ക് അറിയാം. അങ്ങനെ സക്സസ്ഫുള്ളി പാർട്ട് 1 പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, കഷ്ടപ്പെട്ട്. നമ്മളെല്ലാരും കൂടെ നീ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്, പക്ഷെ ഉണ്ടാക്കണം ഞാൻ തന്നെയല്ല. അപ്പൊ ഇനി പാർട്ട് 1 നമുക്ക് ബാക്കി നോക്കാം കേട്ടോ.
ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട്, റോക്കറ്റിന്റെ നടുക്കത്തെ പാർട്ട് 1 ഇതാണ്. ഇതിന്റെ ഈ ഭാഗം കണ്ട, ഈ ഭാഗം നമുക്ക് ഇത് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യണം. ഇൻസേർട്ട് ആയിട്ടുണ്ട്, വലിയ കാര്യമാണ്. ഇൻസേർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി പരിപാടി നോക്കാം. ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇത് നമുക്ക് ഒട്ടിച്ചു വെക്കണം. അതായത് നമുക്ക് ഇത് ഇരിക്കുന്നുണ്ട്, ലൂസായിട്ട് വരെയാണ്. അപ്പൊ നമുക്ക് ഇതിനെ അപ്പൊ ലൂസാണ്, അപ്പൊ നമുക്ക് ടൈറ്റ് ആക്കണം. ഇതാ ഇതിന്റെയും ഇടയ്ക്ക് ഇങ്ങനെ ഇനി താഴോട്ട് നോക്കൂ. ഫിക്സ് ആയ ഫിക്സ് ആയിട്ടുണ്ട്, കണ്ട ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഷീറ്റ് 2 കറക്റ്റിൽ 4 ഷീറ്റ് ഉണ്ട്, ഇവിടുത്തെ ഷീറ്റ് ഉണ്ട്. അതിന് ഓരോ കാര്യം നമുക്ക് പോപ്പ് ചെയ്തിടണം. അപ്പൊ അതുപോലത്തെ ഷീറ്റ് 2 ഇനി നമുക്ക് ഒട്ടിച്ച സാധനമാണ് ഇത് ഒട്ടിച്ചില്ലേ. ഇനി ഇതിനെ ഫിക്സ് ചെയ്ത് പോകണം. ഈ അറ്റത്തിന് നമുക്ക് പുതിഞ്ഞ് ഫിക്സ് ചെയ്ത് പോകണം. ഷീറ്റ് 2 പാർട്ട് 3 ആണ് നോക്കാം, പൊട്ടിച്ചിട്ട് കാണാം. വീഡിയോ ലോങ് ആവും, 1 മണിക്കൂറെങ്കിലും ആവും. അതുകൊണ്ടാണ് ഞാൻ പറയണം. നമുക്ക് ഇനി എന്തോ ചെയ്യണമെന്ന് വെച്ചാൽ ഈ അറ്റം കണ്ടില്ലേ, ഈ അറ്റം, ആ അറ്റം നമുക്ക് ഇതിങ്ങനെ ഒരു ഭാഗം ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റബ്ബർ ബാൻഡ് തന്നെ ഫിക്സ് ചെയ്യണം. എനിക്കാകില്ല, സക്സസ്ഫുള്ളി. അപ്പൊ നമ്മള് ഈ 2 പാർട്ട് ഒട്ടിച്ചിട്ടുണ്ട്. റബ്ബർ ബാൻഡ് വെച്ച് കുലുക്കമുണ്ട് കേട്ടോ, നമുക്ക് സെറ്റ് ആക്കിയിട്ട് കാണാം. അപ്പൊ ഇനി എന്തോ ചെയ്യണം എനിക്ക് മനസ്സിലായി. ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് ഷീറ്റ് 2 പാർട്ട് 4 ആണ്. അതായത് കണ്ട ഷീറ്റ് 2 പാർട്ട് 4 ആണ്. ഇതിന്റെ സെയിം ഷീറ്റ് ആണ് ഈ മുകളിൽ ഒട്ടിച്ചേക്കുന്ന സാധനത്തിന്റെ. അപ്പൊ ഞാൻ ഇന്ന് ചെയ്ത ഇതിന്റെ 2 എണ്ണം ഉണ്ട്. ഇതിന്റെ ഈ ഭാഗം കണ്ട നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും ഞാൻ പറയണ ഒന്നും, റോക്കറ്റ് സയൻസ് ആയതുകൊണ്ട്. ഇവിടെ കണ്ട 2 ഹോൾ ഉണ്ട്, 2 ഹോൾ. അപ്പൊ ഒന്നിലൂടെ ഇങ്ങനെ കയറ്റി ഇറങ്ങണം, മറ്റേ ഇങ്ങനെ കയറ്റി ഇറങ്ങണം. അപ്പൊ ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, നമുക്ക് ചെയ്തിട്ട് കാണാം. ഗൈസ് കണ്ട ആയിട്ടുണ്ട്, ഒരു ചെറിയൊരു ലുക്കൊക്കെ വരുന്നുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാ ഏത് ഷീറ്റ് അത്, ആ ഷീറ്റ് ഒന്നും ഇല്ല, തെർമോക്കോളിന്റെ ഒരു സാധനം, സ്പേസർ. അതായത് ഇത് കണ്ട ഈ 4 എണ്ണം അതിനിങ്ങനെ ഇതിങ്ങനെ അകത്തോട്ട് കയറ്റണം. 4 എണ്ണം ഉണ്ട്. അപ്പൊ 1 അപ്പൊ 4 എണ്ണം നമുക്ക് ഒട്ടിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഇതുണ്ട നമ്മളിന്ന് 4 സാറ് നേരത്തെ നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കിയിരുന്നെങ്കിൽ ഇതില്ലായിരുന്നു. ഇപ്പൊ നമ്മൾ കയറ്റിയതാണ് ഇങ്ങനെയൊക്കെയോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇത് കണ്ട നമ്മള് നാസയിലാക്കിയ സാറൊക്കെ റോക്കറ്റ് കാണൂല. അപ്പൊ ഇത് കണ്ട തല മറ്റേ ബിഗ് നോസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്, ബിഗ് നോസ്. അപ്പൊ ഇതിന്റെ ഈ ഭാഗം കണ്ട ഈ ഓട്ടയിൽ ഇത് കയറ്റണം. പക്ഷെ നമുക്ക് 2 പേർക്കുള്ള ഒരു സംശയം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇതിന്റെ ഷേപ്പ് നോക്കും, കയറ്റേണ്ട സ്ഥലം അമ്പ് പോലെയാണ്, ചെവില് പോലെയാണ്, ഇതിന്റെ ഉണ്ടയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കയറ്റണം എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് കയറ്റാവുന്നത്. ഇതൊന്നും തീരില്ല. സ്റ്റെപ്പ് 50 എത്ര വരെ ഉണ്ട്. നമ്മളിപ്പോ 6ാമത്തെ സ്റ്റെപ്പിലാണ് നിൽക്കുന്നത്. കുറച്ച് സ്പീഡൊക്കെ വേണ്ടി വരും. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ കറക്റ്റ് റോക്കറ്റിന്റെ ഒരു ലുക്ക് വരുന്നുണ്ട്. എന്താ കറക്റ്റ് റോക്കറ്റിന്റെ ഒരു ലുക്ക് വരുന്നുണ്ട്. ഇനിയിപ്പോ നമുക്ക് സൈഡിൽ ഈ 2 കാര്യങ്ങളും കൂടെ ഒട്ടിച്ച കറക്റ്റ് റോക്കറ്റിന്റെ ലുക്കാണ്. എനിക്ക് റോക്കറ്റ് യാത്ര ഉണ്ടാക്കിയാൽ പോലെ ഇതിപ്പോ ലോഞ്ചർ ഉണ്ടാക്കണം. അത് നോക്കട്ടെ. അപ്പൊ ഇത് 4 സാധനങ്ങളുണ്ടാവും. 2 4 ഇത് നമുക്ക് എന്തോ ഓ മനസ്സിലായി. ഇതുണ്ട ഇത് കുത്തി പോണം. കണ്ടാടി കണ്ട ഇതൊക്കെ കുത്തി വേണം. ഓക്കെ, ഇത് കണ്ട ഇങ്ങനെ വെക്കാനാണ്. ഓക്കെ, അപ്പൊ റോക്കറ്റിന്റെ 2 ഇതായി. കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് അടുത്ത കുറച്ച് പണിയുണ്ട്, നമുക്കത് ചെയ്തിട്ട് പിന്നെ നമുക്ക് കാണാം. ഓക്കെ, 2 സയന്റിസ്റ്റിനും ചെറിയൊരു ബ്രേക്ക് ഉണ്ട്, ഫുഡ് ബ്രേക്ക്. വിശക്കണം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. 8-9 മണിക്ക് ഇരുന്നാണ് ചെയ്യണത്. അപ്പോൾ കഴിച്ചിട്ട് നമുക്ക് ബാക്കി ഉണ്ടാക്കാം. ഫൈനലി നമ്മൾ ഫുഡൊക്കെ കഴിച്ചു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നമ്മുടെ പരിപാടി തുടങ്ങാം. ഇപ്പൊ നമ്മുടെ റോക്കറ്റിന്റെ സ്ഥിതി ഇപ്പൊ ഇതാണ്.
പിന്നെ നമ്മുടെ സൈഡ് റോക്കറ്റ്സിന്റെ ഇതായിരുന്നു, സൈഡ് കമ്പണൻസിന്റെ ഇതായിരുന്നു. ഇനി നമുക്ക് എന്തോ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തിരി നമുക്ക് ഇനിയിപ്പോ സ്റ്റെപ്പ് 8 എന്ന് പറയുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കട്ടെ ഞാൻ. നമ്മുടെ ഈ സാധനത്തിന്റെ ഈ ഉണ്ടകളൊക്കെ ഇല്ലേ, ഇതൊക്കെ എടുത്ത് ഇരുന്നാണ് കണ്ടാ. അപ്പൊ ഇനി നമുക്ക് എന്താ ഇത് കണ്ട, ഇതിന്റെ ഓരോ നമുക്ക് ഒട്ടിച്ചിട്ട് കാണുന്നത് പറഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ഒട്ടിച്ചിട്ട് ചെയ്തിട്ട് കാണിച്ചില്ല. ഇത് കണ്ട അതേപോലെ ഷീറ്റ് ഇട്, ആ ബുക്ക് ഇട്. ഇങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടാ ഞാൻ ചെയ്യണം ഓരോ സ്റ്റെപ്പായിട്ട്. അപ്പോൾ കാണിച്ചില്ല അങ്ങനെ ചെയ്യാൻ. മേക്ക് വൺ മോർ. അത് തന്നെ സ്റ്റെപ്പ്. മറ്റേടോടെ അത് നമ്മൾ ഇതിൽ ചെയ്തതുപോലെ ഇതിന്റെ മിനിയേച്ചർ ആണ്. ഇതിന്റെ മിനിയേച്ചർ ആണ്. അപ്പം ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് കാണാം. രണ്ട് സാധനം റെഡിയായി. കണ്ട, രണ്ട് സാധനം റെഡിയായി. രണ്ട് സാധനം റെഡിയായി. അപ്പൊ റോക്കറ്റ് ഉണ്ടാക്കാനുള്ള സാധനം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വലുതും ഈ രണ്ട് ചെറുതും കൂടെ നമുക്ക് മേർജ് ചെയ്താൽ മതി. ഓക്കെ, മേർജ് ചെയ്ത് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മുടെ റോക്കറ്റ് സോറി ഗൈസ്, അങ്ങനെ ഫൈനലി റോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ ഫുൾ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഫുൾ റെഡി ആയിട്ടുണ്ട്. 50 എത്ര സ്റ്റെപ്പ് ഉണ്ട്, അതിൽ 12 സ്റ്റെപ്പ് അയാൾ റോക്കറ്റ് ഉണ്ടാക്കാൻ. ഇനിയിപ്പോ ലോഞ്ചർ ഉണ്ടാക്കാൻ ലോഞ്ചർ ഉണ്ടാക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷീറ്റ് 3യുടെ പാർട്ട് 7. എന്നിട്ട് പൗച്ചിലെ പാർട്ട് 8ഉം പാർട്ട് 6ഉം എടുത്ത് നമുക്ക് ഒട്ടിക്കാം. നമുക്ക് ഒട്ടിച്ചിട്ട് കാണാം. റോക്കറ്റ് ലോഞ്ചറിന്റെ ഒരു പാർട്ട് നമ്മൾ റെഡി ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ബാക്കി കുറെ ഉണ്ട് ചെയ്യാൻ. ഓക്കെ, അങ്ങനെ കുറെ നേരം, അതായത് കുറച്ച് നേരം കഴിഞ്ഞ ശേഷം ലോഞ്ചർ ചെറുതായിട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എന്നെ കൂടെ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ലോഞ്ചർ ഒരു പാതി വഴി എത്തിയിട്ടുണ്ട്. നമുക്ക് കാണിച്ചു തരാം. എപ്പോഴാ വായിച്ചോണ്ടിരിക്കുകയാണ്, നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി നമ്മൾ സാധാരണ റോക്കറ്റിലെ തീ എത്തിച്ച് പറക്കണമൊന്നുമല്ല. ഇതിങ്ങനെ ചുമ്മാ മറ്റേ പുൾ ബാക്ക് ആക്ഷൻ പോലെ ഇവിടെ സ്പ്രിംഗ് കൊടുത്ത് സാധനം ഉണ്ടാവും, റബ്ബർ ബാൻഡ്, അതിൽ പിടിച്ച് ഇങ്ങനെ റോക്കറ്റിൽ പോകും. അങ്ങനത്തെ ചെറിയ സാധനമാണ്. ആഫ്റ്റർ ഒരുപാട് ഹാർഡ് വർക്ക് നമ്മൾ തീർത്തിട്ടില്ല, ഇനി ഒരുപാടുണ്ട്. ഒരു ലുക്ക് വരാൻ തുടങ്ങി. ആ ഒരു ലോഞ്ചറിന്റെ ലോഞ്ച് സ്റ്റേഷൻ എന്നാണ് ഇതിന്റെ പേര്. ലോഞ്ചറിന്റെ ഒരു ലുക്ക് വരാൻ തുടങ്ങി. റോക്കറ്റ് ഇവിടെ ഇരിക്കൊണ്ട് ലോഞ്ചർ. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ആഫ്റ്റർ 2 hours of hard work, 2 to 3 hours എന്തായാലും ആയി. നമ്മൾ അങ്ങനെ ഫൈനലി നമ്മുടെ സ്മാർട്ടിവിറ്റിയുടെ റോക്കറ്റ് ലോഞ്ചർ ശരിയാക്കിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു പാർട്ട് മിസ്സായി. പിന്നെ അത് കണ്ടുപിടിക്കാൻ പറ്റാ പാട്. പിന്നെ അവസാനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 3, 2, 1. ഇത് നമ്മൾ എന്തോ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സാധനം മറ്റേ കല്ലിങ്ങനെ ചൂടുകൂടി, കല്ലിങ്ങനെ മറ്റേ അതുപോലത്തെ ഒരു സാധനമാണ്. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ വലിച്ച് താഴോട്ട് കൊണ്ടുവരും. എന്നിട്ട് അതിൽ ഓൾറെഡി റോക്കറ്റിന്റെ പുറത്ത് വയ്ക്കും. എന്നിട്ട് ഈ ബട്ടൺ പ്രസ് ചെയ്യും, ഒന്ന് പോകും. അതാണ് നമ്മുടെ മെക്കാനിസം. പ്രത്യേകിച്ച് കഴിഞ്ഞാൽ റോക്കറ്റ് മെക്കാനിസം ഒന്നും അല്ല. എന്നാലും ചേട്ടാ, നമുക്കിനി എന്തോ ചെയ്യാന്ന് വെച്ചാൽ നമുക്കിനി ടെസ്റ്റ് ചെയ്യാം ഈ റോക്കറ്റ് സാധനം വർക്ക് ആവണോ ഇല്ലയോ. ടെസ്റ്റ് ആവുന്ന സമയമാണ്. ഇതൊരു ചൂട് റോക്കറ്റ് താട്ട് കൊണ്ടുപോ. അയ്യോ, ഇതെങ്ങനെ ചെയ്യും?
ഗൈസ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ച് എൻ്റെ ലോഞ്ചറൊക്കെ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് എന്തോ പറന്ന് കുറച്ചെങ്കിലും ദൂരെ പോകുന്നു. നോക്കിയപ്പോൾ അത് എത്ര എൻ്റെ മുട്ടിന് എവിടെ വരെ പോയുള്ളൂ. അത് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്തപ്പം അപ്പോഴേ എനിക്ക് ഇത്തിരി ഒരു 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 ഇതായ അവസ്ഥയാണ്, ഒരു ശശിയായ അവസ്ഥയായിരുന്നു എനിക്ക്. പിന്നെ നമ്മൾ ശ്രമിച്ചപ്പോൾ ഞാൻ കുറച്ച് ശ്രമിച്ചപ്പോൾ കുറച്ചൊക്കെ പൊങ്ങി. നമ്പട്ടെ പ്രശ്നമേ 3, 2, 1. അത് ഒരുമിച്ച് രണ്ടും വിടണം. എന്തോ വേണം? ഞാനും ശമ്പച്ചേട്ടനും ഒരുമിച്ച് വിടണം. ശമ്പച്ചേട്ടൻ ട്രൈ ചെയ്യുക. ഓക്കെ, ഞാൻ 3, 2, 1 പറയും. 3, 2, 1 വിട്ടോ. ഒരു മിനിറ്റ് ഇങ്ങനെ വെച്ചെടുക്കാം. ഒന്നോടെ പോയി. എന്ത്? ഞാൻ വിചാരിച്ച ആകാശത്ത് പോകുന്നു. ഓക്കെ 3, 2, 1. എന്നിട്ട് ഞാൻ പ്രസ് ചെയ്യും. ഇങ്ങനെ വെക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു. നല്ലപോലെ താഴോട്ട് ഉണ്ടാക്കാം. പോട്ടെ. ഓക്കെ. ഓ, ഫ്രെയിമിൻ്റെ ഔട്ട് പോയി. ഇനി ഞാൻ എന്നെ ചീത്തായി. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇതാണ്, ഒരു ഇപ്പോൾ മാർക്കറ്റിലുള്ളൊരു സാധനമാണ്. ഇപ്പോൾ ഒരു ശങ്കയുടെ ബർത്ത്ഡേക്ക് ഭീമി വാങ്ങിച്ചൊരു ഗിഫ്റ്റാണ്. അപ്പം അതിപ്പം ഭീമ എത്ര രൂപയത്? എത്ര രൂപയായി? അത്യാവശ്യം നല്ല റേറ്റ്, അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിച്ച് ട്രൈ ചെയ്യുന്നതാണ്. ഉണ്ടാക്കണേക്കാൾ ഒരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെ അത് കിട്ടും. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അവൾ ലോഞ്ച് ചെയ്യാൻ നോക്കിയാണ്, കണക്കച്ച് അത് ജാമായിപ്പോയി, അന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയി, ചീത്തായിപ്പോയി. അവൾ സങ്കടപ്പെട്ടിരിക്കുന്ന ഇപ്പം കാണിച്ചു തരാം. ഇത് ജാമായിപ്പോയി. എന്താ ഈ മുകളിലാണ് നിൽക്കണം, ഈ താഴോട്ട് വലിച്ചപ്പോൾ കണ്ടു ഇതൊക്കെ ജാമായിപ്പോയി. അപ്പോൾ ശരിയാവും. അതിൽ റബ്ബർ ബാൻഡ് ഇളക്കി പിന്നെ മുകളിലോട്ട് വെച്ചിട്ട് പിന്നെ താഴോട്ട് വെച്ചാൽ ശരിയാവും. അപ്പോൾ ശരിയാക്കി പിന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നീ വാ, ഔട്ട് എടുക്കാം, വാ. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സൂൺ നമ്മൾ പുതിയ കണ്ടൻറ്റായിട്ട് വേണമായിരിക്കും. ഇനിയിപ്പോൾ മാസത്തിൽ 3-4 ലൈവ് സ്ട്രീമും പ്രതീക്ഷിക്കാം. ഉടനെ ഒരു ലൈവ് സ്ട്രീം വരണമായിരിക്കും. അപ്പോൾ അടുത്ത വീട്ടിലേക്ക് കാണാം. അതിലേക്കൊരു മാഡ്ലി ബൈ.